ഇതാ വത്തിക്കാൻ സ്ക്വയറിൽ വാഴ്ത്തപ്പെട്ട കാർല അക്വീറ്റസിൻ്റെയും പേര് ജോർജ് ഫ്രസാത്തിയുടെയും നാമകരണ നടപടികൾ നടക്കുമ്പോൾ വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. കാരണം യൂറോപ്യൻ അപ്പസ്റ്റോലിക് വിസിറ്റേഷൻ്റെ വികാരി ജനറലും അതോടൊപ്പം തന്നെ യൂറോപ്യൻ കോർഡിനേറ്ററുമായ റവറൻ ഡോക്ടർ ഫാദർ ബിനോജ് മുളവരിക്കലാണ് ഗുഡ്നസ് ടെലിവിഷനോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. തീർച്ചയായും അച്ഛന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. കാരണം കാർല അക്വീറ്റസ് ഒരു യുവജനങ്ങളുടെ ഒരു മധ്യസ്ഥനായി ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ ഒരുപാട് സുവിശേഷ വേലകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛന് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയുവാനുണ്ട്. പ്രിയപ്പെട്ട ബിനോജച്ച, അച്ഛനെ കണ്ടതൊരു പ്രിവിഡൻസായി കാണുന്നു. വാഴ്ത്തപ്പെട്ട കാർല അക്വീറ്റസിൻ്റെ നാമകരണ നടപടിയിൽ പങ്കെടുക്കുവാനായിട്ട് അച്ഛന് പ്രത്യേകമായി വരാൻ കാരണം എന്താണ്? സത്യത്തിൽ കാർല അക്വീറ്റസിനെ പരിചയപ്പെട്ട മനസ്സിലായ കാലം മുതൽ ഭയങ്കര ഒരു സ്നേഹം തോന്നിയൊരു ഒരു കുഞ്ഞനിയനാണ് കാർല അക്വീറ്റസ്. കാരണം ഈ കാലഘട്ടത്തിൽ ജീവിച്ച, ജീൻസ് ഇട്ട, ഇൻ്റർനെറ്റ് ഉപയോഗിച്ച, നമ്മളെപ്പോലെ നടന്ന ഒരാൾ, പ്രത്യേകിച്ച് ഇറ്റലിയുടെ മണ്ണിൽ ഒരു പയ്യൻ, ഇത്രയും ഒരു 15 വയസ്സ് മാത്രം ജീവിച്ചൊരു പയ്യൻ വിശുദ്ധനായിട്ട് മാറുന്നു. പിന്നീട് ജോർജിയോ ഫ്രസാത്തിയും വളരെ പാവങ്ങൾക്കിടയിൽ ജീവിച്ചൊരു യൂത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആളെ പറ്റി അറിഞ്ഞ കാലം മുതൽ എന്താ പറയുക, വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച കാലം മുതൽ നാമകരണ നടപടിയിൽ പങ്കെടുക്കണമെന്നൊരു വലിയ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേറ്റ് പ്രഖ്യാപിച്ചു ഞാൻ നാട്ടിലായിരുന്നു. അന്നെൻ്റെ പ്രാർത്ഥന ദൈവം കൂടാൻ പറ്റില്ലല്ലോ. പക്ഷേ അത് ഫ്രാൻസിസ് മാർ മരിച്ചൊരു ഡേറ്റ് മാറ്റി വെച്ചു. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയ ഡേറ്റ് അതിനുവേണ്ടി മാറ്റി വയ്ക്കുകയായിരുന്നു. കാരണം അത്ര പ്രിയപ്പെട്ട ഒരാളാണ്. യൂറോപ്പിലെ യൂത്തിൻ്റെ മിനിസ്ട്രിയുടെ കോ പേട്രൺ കൂടിയാണ് കാർല അക്വീറ്റസ്. അതായത് സീറോ മലബാറിൻ്റെ യൂറോപ്പിലെ യൂത്ത് മിനിസ്ട്രിയുടെ കോ പേട്രനായിട്ടാണ് വാഴ്ത്തപ്പെട്ട കാർല അക്വീറ്റസിനെ ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. അച്ഛൻ, എൻ്റെ മനസ്സിലൊരു വലിയൊരു കാര്യം തോന്നി. ഇന്ന് യുവജനങ്ങൾ, പ്രത്യേകിച്ച് കോളേജിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിക്കാൻ കഴിവില്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ മോശമായതിൻ്റെ പേരിലൊക്കെ ദുഃഖിക്കുന്നവരുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ എന്നെ സ്പർശിച്ചൊരു കാര്യം, അദ്ദേഹം ഒരു ഓർഡിനറി സ്റ്റുഡൻ്റ് ആയിരുന്നു, അത്ര വലിയ ഇൻ്റലക്ച്വൽ അല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം കമ്പ്യൂട്ടർ സയൻസും വെബ്സൈറ്റ് ഡിസൈനിങ് എല്ലാം പഠിച്ച് ഒരു റെവല്യൂഷൻ തന്നെ വേൾഡിൽ ചെയ്തു. അപ്പോൾ ഇന്ന് കാണുന്ന യുവജനങ്ങളോട് എന്താണ് അച്ഛന് പറയാനുള്ളത്, അച്ഛൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ? നമ്മുടെ നാട്ടിലെ ഒരു എഡ്യൂക്കേഷൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നവർ മാത്രം ബുദ്ധിമാന്മാർ അല്ലേ. ടോപ്പ് മാർക്ക് കിട്ടിയില്ല അവന് ബുദ്ധിയില്ലെന്നുള്ളതാണ്. അതല്ല, ഒരുപാട് ഇൻ്റലിജൻസിന് വളരെ ഡിഫറൻ്റായ മാനങ്ങളുണ്ട്. അപ്പോൾ അവന് ദൈവം വിളിച്ചത് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിലുള്ള അതേ ഫോണാണ് അവൻ്റെ കയ്യിലുണ്ടായത്, നമ്മുടെ കയ്യിലുള്ള അതേ 5G ആണ് അവനുണ്ടായിരുന്നത്, നമ്മുടെ കയ്യിൽ അതേ ഇൻ്റർനെറ്റ്, അതേ സാഹചര്യങ്ങൾ. പക്ഷെ അവനതിനെ കണ്ടത്, ഉപയോഗിച്ചത് വേറെ രീതിയിലാണ്. അതുകൊണ്ട് എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നമ്മളിലും വലിയ പൊട്ടൻഷ്യലായിട്ടുള്ള അവസ്ഥകൾ നമുക്കുണ്ട്, ഹൈലി സാധ്യതകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക, അതിനെ പേടിക്കുകയല്ല വേണ്ടത്, ഉപയോഗപ്പെടുത്തുക. അച്ഛൻ പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു ചെറിയ താലന്ത് പോലും വിശുദ്ധിയുടെ പടവുകൾ കയറുവാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് വാഴ്ത്തപ്പെട്ട കാർല അക്വീറ്റസിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അച്ഛൻ്റെ യുവജനങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനം, പ്രത്യേകിച്ച് അച്ഛനറിയാം അവരുടെ സ്ട്രഗിളുകൾ, അവർ കടന്നു വന്ന ബുദ്ധിമുട്ടുകൾ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വാഴ്ത്തപ്പെട്ട കാർല അക്വീറ്റസ്, അദ്ദേഹം 15 വയസ്സും 5 മാസമുള്ളപ്പോഴാണ് മരിക്കുന്നത്. വാഴ്ത്തപ്പെട്ട പേര് ജോർജ് ഫ്രസാത്തി മരിക്കുന്നത് 24 വയസ്സുള്ളപ്പോൾ. രണ്ടുപേരും ഒരു ഇറ്റാലിയൻ സയൻസാണ്. കാർല അക്വീറ്റസ് ജനിച്ചത് ലണ്ടനിലാണെങ്കിലും. അപ്പോൾ യൂറോപ്പിൽ അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള യുവജനങ്ങൾക്ക് എങ്ങനെയാണ് ഇവരെ മാതൃകയായിട്ട് സ്വീകരിക്കാൻ സാധിക്കുക? എനിക്ക് തോന്നുന്നത്, നമുക്ക് യുവജനങ്ങൾ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, എത്രയും ജനം ഈ അടുത്ത കാലത്ത് കാണാത്ത വലിയൊരു ജനക്കൂട്ടം, 2.5 ലക്ഷത്തോളം ആൾക്കാർ വരുന്ന പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കൂടുതൽ യുവജനങ്ങളും കുട്ടികളുമാണ്. എനിക്ക് തോന്നുന്നു സഭ ചിന്തിക്കേണ്ടത്, സഭ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ ആകർഷിക്കണം. ഇന്നത്തെ സഭ മുതിർന്നവരുടെയാണ്. പ്രായമുള്ളവർക്ക് മെയിൻ്റനൻസ് മതി. സഭയ്ക്ക് ഏറ്റവും കംഫർട്ട് സോൺ എന്ന് പറയുന്നത് പ്രായമുള്ളവരോട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കുട്ടികൾക്കിടയിലേക്ക്, യുവജനങ്ങൾക്കിടയിലേക്ക് സഭയുടെ ശുശ്രൂഷ ഇറങ്ങണം. അത് ചലഞ്ചിങ് ആണ്. അതിന് സഭ പണം ഉപയോഗിക്കണം, സഭയുടെ മിനിസ്ട്രികൾ, മീഡിയ ഉപയോഗിക്കണം. അതിലേക്ക് കുറേ കൂടി കണ്ണ് തുറക്കേണ്ടത് ആവശ്യമാണ്. കാരണം യുവജനങ്ങളെ, കുട്ടികളെ ഈശോയിലേക്ക് ആകർഷിക്കാൻ നമുക്ക് സാധിക്കണം. എനിക്ക് തോന്നുന്നു, ഇന്ന് ഈശോയെ പറ്റി പറയുന്നതിൽ പിശാചിന് പ്രശ്നമില്ല. ഈശോയെ പറ്റി ബ്യൂട്ടിഫുള്ളായിട്ട് പറയരുത്, പ്രശ്നമാണ്. കാരണം ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞാൽ കുട്ടികൾ, യുവജനങ്ങൾ ഓടി വരും. അതുകൊണ്ട് സഭ ചിന്തിക്കേണ്ടത് വെറുതെ ഈശോയെ പറ്റി പറയാനല്ല, ഈശോയുടെ റിയൽ പിക്ചർ, ദ ബ്യൂട്ടിഫുൾ ഇമേജ് കാണിക്കാനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഈ കാർല അക്വീറ്റസിനെ പോലുള്ള വിശുദ്ധർ, ഇവരൊക്കെ നമ്മളിനി ഹൈലൈറ്റ് ചെയ്യണം, കുട്ടികളെ ആകർഷിക്കണം.
യുവജനങ്ങളുടെ നെഞ്ചിടിപ്പും താളത്തുടിപ്പും അറിയുന്ന, അവരെ നെഞ്ചിലേറ്റുന്ന, അവർ നെഞ്ചിലേറ്റിയ ഒരു യുവ വൈദികനാണ് സോഷ്യൽ മീഡിയകളിലും അതോടൊപ്പം തന്നെ ഗാനമേഖലകളിലൊക്കെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം തേടിയ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ വാക്കുകൾക്ക് വലിയ ശക്തിയും പവറുമുണ്ട്. ഏതായാലും സോഷ്യൽ മീഡിയയെ ഇത്രമാത്രം തൻ്റെ താലന്തുകളിലൂടെ ഉപയോഗിച്ച മറ്റൊരു വൈദികൻ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് മേഖലയിൽ. നമുക്ക് നന്ദി പറയാം ബിനോജ് അച്ഛൻ ഗുഡ്നസ് ടെലിവിഷനോട് ഈ നിമിഷങ്ങളിൽ സമയം ചെലവഴിച്ചതിനും നമ്മളുമായി പങ്കുവച്ച ചിന്തകൾക്കും. ഏതായിരുന്നാലും ലോകം മുഴുവനും എത്തിച്ചേർന്നിരിക്കുന്ന 2 ലക്ഷം ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു ജനക്കൂട്ടം തന്നെ യുവജനങ്ങളായുണ്ട്, അച്ഛൻ സൂചിപ്പിച്ചത് കുട്ടികളായിട്ടുണ്ട്. അവരുടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സഭ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി കാർല അക്കൂട്ടീസിൻ്റെയും ജോർജ് പിയർ ഫ്രസാത്തിയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ബിനോജ് അച്ഛൻ നന്ദി പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അങ്ങയെ വെറുതെ വിടാൻ ആഗ്രഹിക്കുന്നില്ല. യുവജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടി അങ്ങയുടെ പാട്ട് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഓഡിയൻസ് ഗുഡ്നസ് ടെലിവിഷനിലുണ്ട്. 4 വരി പാട്ട് കൂടി പാടിയാൽ സന്തോഷമായിരിക്കും. ഇവിടെ വേറൊരു പാട്ട് നടക്കുന്നുണ്ട് അല്ലേ? ഈ പാട്ടിനിടയിൽ പാടുക എളുപ്പമല്ല. എങ്കിലും അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ, ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീയേ. ജനകോടികൾ നെഞ്ചിലേറ്റിയ ഈ ഗാനം രചിച്ചതും സംഗീതം കൊടുത്തതും നമ്മുടെ പ്രിയപ്പെട്ട ബിനോജ് അച്ഛൻ തന്നെയാണ്. നമുക്ക് നന്ദി പറയാം. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷൻ ചാനലിന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ കാച്ചപ്പള്ളി.